സംസാരിക്കാൻ പ്രിയപ്പെട്ട ഭർത്താവിനൊന്നും സമയമില്ല. അപ്പം സമയം കിട്ടുന്നിടക്കിലേക്ക് ഈ ഫോണും ലൈനും പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കണം. സമയമായ ആൾ എണീറ്റ് പോകും. സമയോടെ സമയമായെന്നാ പറയുന്നത്. സമയമായെന്നതാ ആളിനെ എണീക്കുന്നത്. ആളിനെണീക്കുമ്പോൾ സമയം. ഞാൻ വാച്ചെടുത്തില്ല, വാച്ചൻ്റെ ഇല്ല, ചെറുക്കാനും വിട്ടു ഫോണും കിടക്കുകയാണ്. സമയമായി. അതാണ്. അപ്പൊ ഇപ്പം നടക്കുന്ന എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ അനീതി കാട്ടരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അടുക്കൽ വന്ന് ഒരു അരമണിക്കൂർ, ദിവസത്തിന്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട എന്തുണ്ട് ചക്കരെ, മുത്തേ, തേനെ, പാലേ എന്നൊക്കെ വിളിച്ച് ചോദിക്കണം. അടുത്ത് വന്നിരുന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ സംസാരം കിട്ടുന്നിടത്തും ആശ്വാസം കിട്ടുന്ന ഭാഗത്തേക്കും അവർ പോകും. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, സഹോദരിമാർ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് അവരുടെ കാര്യങ്ങൾ ഉണ്ടോ, തിന്നോ. ഈ അടുത്തെൻ്റെ അടുക്കൽ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിക്കുന്നതിന് നമ്പർ വാങ്ങിച്ചു, അതുകൊണ്ട് സംസാരിക്കുകയാണ്. സർളനാണ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ട്. ഇത് ഇസ്ലാമാണോ ഉസ്താദേ? ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു അടിയപ്പം തരേണ്ടത്. മനസ്സിലായില്ലേ? എന്താ അതിന്റെ കാരണം പറഞ്ഞെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി എന്നോട് തിന്നോന്ന് ചോദിക്കാറില്ല, കുടിച്ചോന്ന് ചോദിക്കാറില്ല. എന്തൊക്കെ ഇങ്ങനെ നടക്കുന്ന, അവിടെ മുറിക്കുന്നുണ്ടോ, അവിടെ അയ്യോ ഒന്നും പറയുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേറെ ഒരു ലൈൻ കമ്പി വലിച്ചാൽ എന്തെന്ന് ആലോചിക്കുന്നത്. എനിക്ക് ഞാൻ വലിച്ച കമ്പിയിൽ നിന്നും അത് കിട്ടുന്നില്ല, ഇനിയിപ്പം എറുത്തുള്ള വേറൊരു കമ്പി വലിച്ചാൽ എന്താ? അതുകൊണ്ടാണ് അത് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ഭാര്യമാരടുക്കൽ കുറച്ചു നേരം വന്നിരുന്ന് സംസാരിക്കത്ത നിലയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക തന്നെ വേണം. ഇല്ലെങ്കിലോ നമ്മുടെ കൈവിട്ടവർ പോകും. എന്തിനാ ഇത്രയും പരസ്യമായിട്ട് പച്ചയ്ക്ക് പറയുന്നത്? ഇതിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിനെക്കാട്ടി പരസ്യമായിട്ട് പറയണം. കാരണം ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നിപ്പം എല്ലാവരുടെയും വലിയ വലിയ ഫോണാണല്ലോ. മോൻ ഗൾഫിൽ നിന്ന് ചോദിക്കും, ഫോൺ എന്ത് വേണം പാപ്പാ വരുമ്പോൾ കൊണ്ടുവരാൻ? ടച്ചിന്റെ ഫോൺ എന്തിയോ? ടച്ചിന്റെ ഫോൺ. അതെന്ത് ഫോണ്? ടച്ചിന്റെ ഫോൺ. ഇവിടെ പിള്ളേരൊക്കെ പറയുന്നത് വാപ്പാക്ക് ടച്ചിന്റെ ഫോൺ കൊടുത്തു. അപ്പൊ അവനറിയാം എന്താ ഈ പറയുന്നതെന്ന്. പറഞ്ഞത് എന്തുവാ? ടച്ചിന്റെ ഫോൺ കൊണ്ടുവരണോ? ഫോൺ കൊണ്ടുവന്ന് ഇത്രയും വലിയ വലുപ്പത്തിലുള്ള 6 അടി നീളമുള്ള ഫോൺ കൊണ്ടുവന്നു. നിസ്കരിക്കാൻ വരും വളരെ അവനോട്ട് എടുക്കും. അല്ലാഹു അക്ബർ, മൗലായ സല്ലി വസല്ലം അടിക്കുക, ടൂൺ അടിക്കുക, ഫോൺ കിടന്നു. ഇത് ഓഫാക്കാനും എടുക്കാനും അറിയത്തില്ല. ഈ തന്ത ഇത് കൊണ്ട് ഈ ഫോൺ ഇട്ടിങ്ങനെ കളിക്കുക അല്ലേ? ടച്ചിന്റെ ഫോനായത്. എന്റെ മോൻ കൊണ്ടും ടച്ചിന്റെ ഫോൺ എന്ന് പറഞ്ഞ് കാണിക്കുക. മനസ്സിലായില്ലേ? അത് മോനെ ഒരു പവർ കാണിക്കാൻ. പക്ഷേ ഈ ഫോണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്, ഈ വാപ്പാടെ ഫോണ് കൃത്യം ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ മരുമോളായിരിക്കും, അതല്ലെങ്കിൽ മോടെ മോളായിരിക്കും, അതല്ലെങ്കിൽ മോന്റെ മോളായിരിക്കും. ഇവരൊന്നും അറിയത്തില്ല. വാപ്പ ഫോൺ ചാർജ് ചെയ്യണ്ടേ? ഫോൺ ചാർജ് ചെയ്യണം. എന്നാ ഞാൻ കൊണ്ടുപോവാ. ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ടുപോയി. ഇത് ഫോണ് സിംഗരിക്കാൻ കൊണ്ടുപോവാ. ഇത് വിളിക്കും പറക്കുന്നത്, ഹലോ ആരാ വിളിക്കുന്നത്? മോനാ. അപ്പോളെ അറിയാതെ വേറെ കമ്പിയാണ്, ഇത് വേറെ എർത്താണ്. അപ്പൊ ഞാൻ പറയുന്നത്, വാപ്പായ്ക്ക് വലിയ ഫോൺ കൊണ്ടുകൊടുത്ത് ഇതിന്റെ ഫോണെന്ന് പറയും. ഇപ്പം വാപ്പ തന്നെ പറയും, ഇതൊന്നും എനിക്കറിയത്തില്ല, ഈ ഫോണ് എന്റെ മോളാണ് ഉപയോഗിക്കുന്നത്. ശരി. ഈ ഫോൺ എന്റെ മരുമോളാണ് ഉപയോഗിക്കുന്നത്. ശരിയാ. അപ്പൊ സംഭവം എന്തുവാ? രാത്രിയിൽ ഈ ഫോൺ വാപ്പാടത്തില്ല. ചാർജ് ചെയ്യണ്ടേ വാപ്പ? ചെയ്യണം. ഇനി കൊണ്ടുപോകുമ്പോ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി മോളി കൊണ്ടുപോകും. ഈ ഫോണിൽ കൂടി സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹറാമും പച്ച ഹറാം. ഇതും അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പം വാട്സാപ്പും ഇന്റർനെറ്റും യൂട്യൂബും ഒക്കെ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാ കടകളകും റൂമിലുണ്ട്. മോൾ അകത്ത് കയറിയിരുന്ന് റൂം കുറ്റിയിട്ടാൽ എന്തിനാണ് കുറ്റിയിട്ടത് എന്ന് നിങ്ങൾ നോക്കാറില്ല. വാപ്പമാര് നോക്കല്ല. എന്റെ അഭിസാ കിടന്നോ? അവൾക്ക് തലവേന. ഉമ്മ പറയും അവൾക്ക് തലവേന നേരത്തെ കിടന്നു, കഥ കടച്ചിട്ട് കിടക്കുകയാണ്. ഈ കഥ കടച്ചിട്ട് വാട്സാപ്പും ഇന്റർനെറ്റും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നുമോൾ. അവൾക്ക് തലവേദനയില്ല, പല്ലുവേദനയില്ല. അതുകൊണ്ട് ഞാൻ പറയാ, നിന്റെ പൊന്നുമോളെ ഒറ്റക്കൊരു റൂമിൽ കിടത്തല്ല ഉമ്മ. നിന്റെ പൊന്നുമോൾ ഒറ്റക്കൊരു റൂമിൽ നീ കിടക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ആ ഒറ്റക്ക് കിടക്കുന്ന റൂമിൽ ഇന്റർനെറ്റും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനവും നിന്റെ പൊന്നുമോക്ക് കൊടുക്കല്ല ഉമ്മ. നിന്റെ പൊന്നുമോള് +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പൊന്നുമോള്, ആ മോക്ക് ഫോൺ നീ വാങ്ങി കൊടുക്കല്ല ഉപ്പാ. ഇനി എന്തെങ്കിലും
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത ടച്ചും കുച്ചുമില്ലാത്ത ഫോണ് നിന്റെ പൊന്നുമോക്കൊന്ന് വിളിച്ചാലൊന്ന് സംസാരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫോണ് നിന്റെ പൊന്നുമോക്ക് വാങ്ങിക്കൊടുക്കാവോളുപ്പാ. നിന്നെയും വിട്ട് പൊന്നുമോള് 4-5 രാത്രി പിരിഞ്ഞിരിക്കുന്ന ഒരു ദുരവസ്ഥ വരുത്തല്ല ഉപ്പാ. നിന്റെ പൊന്നുമോള് നടത്തത്തിൽ ഒരു ഞൊണ്ട് വന്നാൽ പോലും, നിന്റെ പൊന്നുമോളുടെ മുഖമൊന്ന് മാറിയാൽ പോലും എന്തിനാണ് അങ്ങനെ മാറിയതെന്ന് ഒന്നറിയണേ ഉപ്പാ. ഞാൻ പറയുന്നത് സ്വർഗത്തിന്റെ വനിതകളാകാനുള്ളതാ. ഒരു പെണ്ണ് സ്വർഗത്തിന്റെ വനിതകളാകണം, സ്വർഗീയ മഹിളകളാകണം. പെണ്ണ് മഹിളകളാകട്ടെ, സ്വർഗത്തിന്റെ മഹിളകളാകട്ടെ. അല്ലാഹുവേ, ക്ലാപ്പനയിലെ ഈ ശബ്ദം കേൾക്കാൻ വന്ന ഉമ്മമാര്, സഹോദരിമാര്, മക്കളുമാര്, ചെറുമക്കളല്ലാ, സ്വർഗത്തിന്റെ മഹിളകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ പൊന്നുമോക്ക് വേണ്ടി എപ്പോഴും നീ ദുആ ചെയ്യണം. നിന്റെ 2 കണ്ണല്ല, 4 കണ്ണല്ല, 10 കണ്ണാണെങ്കിലും അവരുടെ പിറകിൽ ഉണ്ടാകണം ഉമ്മ. അതുകൊണ്ടാ പറയുന്നതറിയോ, എന്ത് പറഞ്ഞാലും ഫാത്തിമാനെയാണ് നമ്മൾ ഉദാഹരണം പറയാതെ. നമ്മുടെ പൊന്നാട മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമ, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ. എത്ര വട്ടമാണ് സ്കൂളുകളിലും അതുപോലെ മദ്രസയിലും ഫാത്തിമാന്റെ പേര് പറഞ്ഞിട്ട് എത്ര റാങ്കാണ് വാങ്ങിയത്. എന്നാൽ ആ ഫാത്തിമാനെ ഒരു അന്യപുരുഷൻ ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും കണ്ടിട്ടില്ല. +2 പഠിക്കുന്ന ക്ലാപ്പനയിലെ പെങ്ങളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ ഉയർന്ന പഠിത്തം പഠിക്കുന്ന, ബിടെക്, എംടെക്, ഡോക്ടറേറ്റ് എന്ന് വേണ്ട സർവ്വതിലും പഠിക്കുന്ന പെങ്ങളെ, നമ്മുടെ മുത്തുനബിയുടെ പൊന്നുമോളുണ്ടല്ലോ, ദുനിയാവില് ജീവിച്ചിരിക്കുമ്പോൾ എന്നല്ല ആഖിറത്തിൽ പോലും ഒരു അന്യപുരുഷന് പൊന്നായ മുത്ത് ഫാത്തിമ നോക്കിയിട്ടില്ല. ഫാത്തിമാനെ ഒരു അന്യപുരുഷനും നോക്കിയിട്ടില്ല. അറിയില്ലേ, ഇതാ ഉശ്റന്നാസു ഫീ അർസാത്തിൽ ഖിയാമ വനാദാ മുനാദിൻ മിൻ വറാഇൽ ഹുജുബിൽ അർശ് വല്ലൂ അബ്സാറകും യാ അഹ്ലൽ മൗഖിഫി ഹത്താ തജൂസു ഫാത്തിമ. ഖിയാമത്ത് നാളുണ്ടല്ലോ, ഖിയാമത്ത് നാളിന്റെ താഴ്വരയിൽ, ഖിയാമത്ത് നാളിന്റെ മൈതാനയിൽ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ സന്ദർഭത്തിൽ ഇതാ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു വിളിയാളം കേൾക്കുകയാ. ഒല്ലോ അബ്സാറകും യാ അഹ്ലൽ മൗഖിഫ് ഹത്താ തജൂസു ഫാത്തിമ. ഒല്ലോ അബ്സാറകും യാ അഹ്ലൽ മൗഖിഫ്. ഓ നിൽക്കുന്നവരെ, ഖിയാമത്ത് നാളിന്റെ മുറ്റത്ത് നിൽക്കുന്നവരെ, നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചോളൂ. എന്റെ ഹബീബിന്റെ പൊന്നുമോള് കടന്നു പോകട്ടെ. ആ ചരിത്രം വളരെ വിശാലമാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ഇതാ രക്തത്തിൽ കുതിർന്നതായ വസ്ത്രവുമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹ്ശറയിൽ വരുന്ന രംഗമാണ്. ആ രംഗം വിശാലമാ, അത് മറ്റൊരവസരത്തിൽ പറയാ. ഇവിടുത്തെ വിഷയം എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മഹ്ശറയിൽ വെച്ച് മരണത്തിന് മുമ്പോ ശേഷമോ ആരും തന്നെ ഫാത്തിമാനെ കണ്ടിട്ടില്ല. അന്യപുരുഷന്മാര് ഫാത്തിമാനെ കണ്ടിട്ടില്ല. നമ്മുടെ മുത്തായ കരള് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളെ പോലാകണ്ടേ, മുത്തായ പൊന്നുമോളെ പോലാകണ്ടേ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ടല്ലോ വളരെ അവശയായി കിടക്കുന്ന സന്ദർഭത്തിൽ പൊന്നാര മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമാനെ കാണാൻ മറ്റൊരു ഫാത്തിമ കടന്നു വരികയാ. കടന്നു വന്നിട്ട് ചോദിക്കുകയാ,
ചോദിക്കുകയാണ്, എന്താണ് വല്ലാത്ത ക്ഷീണമാണല്ലോ, വല്ലാത്ത ക്ഷീണമാണല്ലോ ഫാത്തിമ, എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, എന്താണ് കിടക്കുന്നത്? പ്രിയപ്പെട്ട ഭർത്താവ്, അതല്ല പ്രിയപ്പെട്ടതായ ഉപ്പ മരിച്ചിട്ടാണോ വല്ലാതെ വിഷമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇതാ കിടന്നിങ്ങനെ കിടക്കയിൽ കിടന്ന് പൊന്നുമോള് ഫാത്തിമ കിടന്നിങ്ങനെ കരയുമ്പോൾ മുത്തായ മറ്റൊരു ഫാത്തിമ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, എന്താ കരയുന്നത്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തരിച്ചതിന്റെ വേദനയാണോ? അല്ല അല്ല, പിന്നെന്തിനാ കരയുന്നത്? നാളെയുണ്ടല്ലോ ഞാനങ്ങ് മരിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ വെള്ളയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അന്നത്തെ കാലത്തുണ്ടല്ലോ ഈ മയ്യത്ത് കട്ടില് പോലത്തെ കട്ടിലല്ല, സന്തൂക്ക് കട്ടില് പോലത്തെ കട്ടിലല്ല, സ്ട്രെച്ചർ പോലത്തെ സർവ്വതും കാണുന്നത് മൂടുപടമില്ലാത്തതായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോ എന്നെ അന്യപുരുഷന്മാരാണെങ്ങാനും എന്നെ കാണുമോ ഫാത്തിമ? പ്രിയപ്പെട്ട ഉമ്മ, സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ പൊന്നുമോളുടെ ഈമാനാ പറയുന്നത്. എന്നെ സ്ട്രെച്ചറിലിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു അന്യപുരുഷൻ എന്റെ ശരീരം കാണുമോ എന്ന് പൊന്നാര മുത്ത് റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ മറ്റൊരു ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല പെങ്ങളെ, പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്രയെന്നറിയോ? വെറും 28 വയസ്സ് മാത്രമാണ് പ്രായം. പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ 28 വയസ്സ് മാത്രമാണ് പ്രായം. നിന്റെ പൊന്നുമോക്ക് 20ഉം 24ഉം 25ഉം വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നിന്നോടടുത്ത് നിൽക്കുന്ന നിന്റെ പൊന്നുമോൾക്ക് എത്ര ദീനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എത്ര അല്ലാഹുവിലുള്ള വിശ്വാസമാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എത്ര മുത്തുനബിയെ പറ്റിയുള്ള രോദനങ്ങളാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിന്റെ പൊന്നുമോളെ എന്തൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത്, നിന്റെ പൊന്നുമോളെ എന്തൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ പൊന്നുമോള് പറഞ്ഞോ അന്യപുരുഷനെ കാണരുതെന്ന്, നിന്റെ പൊന്നുമോളോട് പറഞ്ഞോ അവനോട് കുഞ്ഞും കുടഞ്ഞും നടക്കരുതെന്ന്, നിന്റെ പൊന്നുമോളോട് പറഞ്ഞോ ഇതാ അന്യപുരുഷന്റെ അടുക്കൽ സംസാരിക്കരുതെന്ന്. ഫോൺ വന്നാൽ ഫോണിന്റെ സംസാരത്തിന്റെ ശൈലി തന്നെ മാറിയാൽ ആ ഫോൺ വാങ്ങി പെങ്ങളേ എന്റെ ക്ലാപ്പനയിലെ ഉമ്മ സ്വർഗത്തിന്റെ മഹിളകളാകണ്ടേ നിനക്ക്? എന്നാൽ നിന്റെ കുടുംബസമേതം സ്വർഗത്തിന്റെ മഹിളകളാകാനാ ഈ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബവും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നിമാരുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗങ്ങള്. അവര് പഠിപ്പിച്ചു തന്നത് ഇതൊക്കെയാണ്, അവര് പഠിപ്പിച്ചു തന്നത് ഇതൊക്കെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ അന്യ ഒരു പുരുഷൻ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്യ ഒരു പുരുഷനെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പെങ്ങളെ ഒരു നിമിഷം ഹൃദയത്തിൽ കൈവച്ചിട്ട് ചിന്തിക്ക്, ഞാൻ ചെയ്തത് എത്ര തെറ്റാണ്. ഇതാ പരിശുദ്ധമാറുന്ന, ഇതാ ഒരു കൊല്ലത്തിന്റെ സർവ്വതും കുടിച്ചിടാൻ പോകുന്ന, ഇതാ ഒരു ദിവസം ന്യൂ ഇയർ വരികയാണ്. സർവരും ഉറക്കമൊഴിയാനിരിക്കുന്ന ചെറുപ്പക്കാരാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്ന സന്ദർഭത്തില് പൂർണ്ണമായിട്ടും നല്ലതുപോലെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അലി റളിയല്ലാഹു അൻഹു, ആ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മരണത്തിന്റെ സന്ദർഭത്തിൽ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ജീവിതത്തിൽ നിനക്ക് ഒരുപാട് കഷ്ടതകൾ, നിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെല്ലുമ്പോൾ എന്നെ പറ്റിയൊന്ന് അപരാധങ്ങൾ, എന്റെ മോശങ്ങള്, എന്നോട് പടച്ചവനെ എന്നോട് ഞാൻ കാണിച്ചതായ മോശങ്ങള് മുത്ത് റസൂലിനോട് പറയല്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പോൾ പറഞ്ഞതെന്തെന്നറിയോ? ഓ അലിയേ, എന്റെ
എന്റെ ജീവിതത്തിൽ അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യനെ കിട്ടിയത് അങ്ങേ ഇഷ്ടമല്ലാത്തത് ആർക്കാണ്? അലിയേ, അങ്ങയെപ്പോലൊരു മനുഷ്യനെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഒന്ന്. കാരണം എന്താണ്? അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ, അന മദീനത്തുൽ ഇൽമി, അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ വാതിൽ അലിയാണെന്ന് ഹബീബി റൂഹി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്. പെണ്ണുങ്ങൾക്ക് സ്വർഗം തന്നെയാണുള്ളത്. പെണ്ണുങ്ങൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. പെണ്ണുങ്ങൾക്ക് നരകമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞേ. അപ്പം സന്തോഷമായല്ലോ. എന്നാ ഇനി പിന്നെ വന്നിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്നതിനും പൈസ വേണോ? വേണ്ടല്ലോ, ഉറക്കെ പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ അൽഹംദുലില്ലാഹ് വളരെ നല്ല യുവാക്കൾ, അവര് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സദസ്സിലേക്ക് അവർ വന്നിരിക്കുന്നത്. കാരണം അവർ ഒരു സന്ദർഭത്തിലും ഇല്ലാത്ത ഒരു കാര്യം, അതായത് ഒരു ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു പെണ്ണെ കെട്ടിക്കണം. അതിനുവേണ്ടിയാണ് ഈ സദസ്സ് ഇപ്പോൾ ഒരുമിപ്പിച്ചിരിക്കുന്നത്. ഈ നാട്ടിലൊരു പെണ്ണെ കെട്ടിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബേ, ഇവരെ നീ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തണം പടച്ചോനെ. ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. ഇത് നല്ല 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 പ്രഗത്ഭന്മാരായ ഉസ്താദന്മാര് തുടങ്ങിക്കൊടുത്ത സ്വലാത്തുകൾ മഹാനായ കുളപ്പുറം ബീരാൻകുട്ടി ഉസ്താദ്, എന്റെയും ഈ ആയിരക്കണക്കിന് ഉസ്താദ് മന്നാനി ഉസ്താദന്മാരുടെയും അല്ലാത്തവരുടെയൊക്കെ ഉസ്താദായ കുളപ്പുറം ബീരാൻകുട്ടി ഉസ്താദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പടച്ചോനെ, ആ പൊന്നാർ ഉസ്താദിന്റെ കബറിടം നീ സ്വർഗമാക്കണം അല്ലാഹ്, സ്വർഗമാക്കണം പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളെ ഇട്ടെറിഞ്ഞിട്ട് റബ്ബേ ആ ഉസ്താദ് ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കും. ഞങ്ങൾക്ക് ചെന്ന് ഒരു സങ്കടം പറയാൻ. യഥാർത്ഥത്തിൽ കുളപ്പുറം ബീരാൻകുട്ടി ഉസ്താദ്, ആ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഒരു ഉപ്പയുടെ സ്ഥാനമായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്. കാരണം ഒരു ഉപ്പയെടുക്കൽ പോയിരുന്ന് വിഷമം പറയുന്നത് പോലെ അത് വളരെ വിശദീകരിച്ച് കേൾക്കുകയും അതിനുള്ളതായ മറുപടികളും അതിനുള്ള സംവിധാനവും പറഞ്ഞു തരുന്ന ഒരു വല്ലാത്ത ഒരു ഉസ്താദായിരുന്നു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ദർജകൾ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. സ്വർഗീയ ഭവനമാക്കും പടച്ചവനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ 100 കൊണ്ട് നിറയ്ക്കണം അല്ലാഹ്. അതുപോലെ ക്ലാപ്പന ഉസ്താദ് ഈ സദസ്സിൽ തന്നെ പ്രസംഗിക്കാൻ തന്നെ പേടിയാണ്. കാരണം ക്ലാപ്പന ഉസ്താദിന്റെ ക്ലാപ്പന അബ്ദുറഹ്മാൻ ഉസ്താദും അതുപോലെ ക്ലാപ്പന മുഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ VK ക്ലാപ്പന അബ്ദുള്ള ഉസ്താദ്, അവരുടെയൊക്കെ പാദസ്പർശം കൊണ്ട് ബറക്കത്താക്കപ്പെട്ട ഒരു നാടാണ് ഈ ക്ലാപ്പന എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ വാത് പറയാൻ എനിക്കൊരു ഭാഗ്യം വരാൻ കിട്ടിയത് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ലാഹുവേ, ആ പണ്ഡിതന്മാരൊക്കെ അല്ലാഹുവേ നീ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക അല്ലാഹ്. ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. അതുകൊണ്ട് ക്ലാപ്പനക്കാർ ഇത്രയും പേര് വന്നാൽ പോരാ പ്രസംഗം കേൾക്കാൻ. ഈ ഗ്രൗണ്ട് മുഴുവനും നിറയണം. അതെന്താ വരാത്തതെന്ന് അറിയില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മഹാനായ ഷെയ്ഖുന ഷെയ്ഖ് KP അബൂബക്കർ ഉസ്താദ് വളരെ വലിയൊരു പണ്ഡിതനാണ്. ഇന്നത്തെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് മഹാനായ KP ഉസ്താദ് അവറുകൾ. ഈ വിനീതിന്റെയും ഉസ്താദാണ്. ഈ ഇരിക്കുന്ന മന്നാനി ഉസ്താദുമാരുടെയൊക്കെ ഉസ്താദാണ്. പലരുടെയും വലിയ പാണ്ഡിത്യമുള്ളവരുടെയൊക്കെ ഉസ്താദാണ് KP ഉസ്താദ്. ഉസ്താദിന് ഇപ്പോൾ വളരെ സുഖമില്ലാതെ വളരെ വിഷമത്തിലാണ്. ഈ സദസ്സിൽ പങ്കെടുക്കാനും കഴിഞ്ഞ ദിവസം വരാൻ പറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ പൊന്നാർ ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം അല്ലാഹ്. 1000 ആരോഗ്യം കൊടുക്കണം അല്ലാഹ്, ആവത് കൊടുക്കണം അല്ലാഹ്. ഇങ്ങനെയുള്ള സദസ്സുകൾക്ക് റബ്ബേ ദീർഘകാലം ഇനിയും നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണം പടച്ചോനെ. ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഉന്നതികളിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തണം പടച്ചോനെ. ബിഹഖി മുഹമ്മദിൻ വാലിഹി പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വിഷയം സ്ത്രീകളാണ്, സ്വർഗീയ മഹിളകളാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് നേരം ഇരിക്കില്ലേ നിങ്ങൾ? ഇരിക്കില്ലേ? ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇരിക്കില്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയും. ഇരിക്കില്ല ഇൻഷാ അല്ലാഹ്. നമ്മുടെ തബലീഗ് ജമാഅത്ത് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. ഇൻഷാ അല്ലാഹ് അല്ല വേണ്ടത്, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഇരിക്കില്ല. ഇൻഷാ അല്ലാഹ് ഇരിക്കില്ലേ? ആരൊന്നും മിണ്ടുന്നില്ല, പോകുന്ന പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ മോമിനീങ്ങളെ, സഹോദരിമാരെ മോമിനാത്തുകളെ, അള്ളാഹു നമ്മെ വരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പറയാനും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം സ്വർഗീയ മഹിളകൾ എങ്ങനെയാണ് നരകത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഒരു വിഷയം തന്നെ ഉണ്ട്. നരകത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ ഉണ്ട്. ഞാനൊരു വിഷയം പറഞ്ഞു, നരകത്തിലെ സ്ത്രീകൾ എന്താണ്? ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ നരകത്തിലാണെന്ന് പറയുകയും പെണ്ണുങ്ങൾക്ക് സ്വർഗം വേണ്ട എന്നെന്താണ് ഈ സ്വർഗത്തിലേക്ക് വിടാൻ വലിയ പാടായിട്ട് പറയുന്നതാ. പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾക്ക് ഒരു വലിയൊരു ഒരു പേടിയാണ്, ഒരു ദേഷ്യമാണ്. ഞങ്ങളെ മാത്രം എന്തെന്ന് ആണുങ്ങൾ നിരത്തി പോവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ക്ലാപ്പനയിലെ ഉമ്മ, നിങ്ങൾക്ക് സ്വർഗം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എടുത്തെന്ന് പരിശോധിച്ചാൽ, പരിശുദ്ധ ഖുർആന്റെ അധ്യായങ്ങൾ എടുത്തെന്ന് പരിശോധിച്ചാൽ അതിനകത്ത് സൂറത്തുർ റിജാൽ പുരുഷന്മാരെന്ന് പറയുന്ന ഒരു അധ്യായമില്ല. സൂറത്തുൻ നിസാ പെണ്ണുങ്ങളെന്ന് പറയുന്ന ഒരു അധ്യായം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലേ ഹാഫിള് നാസിർ ഉസ്താദേ? അല്ലേ ഉണ്ട് സൂറത്തുൻ നിസാ. പിന്നെ എങ്ങനെയാണ് ഉമ്മ നിങ്ങൾ രണ്ടാം നമ്പറായി പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടാം നമ്പറായി പോകുന്നത്? സ്ത്രീകളുടെ പ്രവേശനം എവിടെന്നോ നമ്മളുടെയൊക്കെ ഉമ്മയായ സയ്യിദത്തുനാ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹ അല്ലാഹു പടച്ചത് സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിലാണ്. ഹവ്വാ ഉമ്മയെ പടച്ചത് സ്വർഗ്ഗത്തിലാണ്. പിന്നെങ്ങനെയാ പെങ്ങളെ നീ അടുക്കളയിൽ മാത്രം ഞങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് എവിടെ പോയാലും ആക്ഷേപസ്വരങ്ങളാണ്, അത് മാത്രമല്ല എല്ലാവരും പറയുന്നു ഞങ്ങൾ നരകത്തിലാണെന്നാ പറയുന്നത്. പെങ്ങളെ സ്വർഗമാണ്, പെങ്ങളെ സ്വർഗത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് സ്വർഗം തന്നെയാണ്. പക്ഷേ നിങ്ങളുടേതായ പ്രവർത്തനങ്ങളുടെ മേഖലകൾ ഭാഗങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള കാരണം വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിനെ പറ്റി പറഞ്ഞതെന്താ? അദ്ദുനിയാ മതാ വകുല്ലു മതാഇദ് ദുനിയാ അൽമറഅതു സ്വാലിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഈ ദുനിയാവിലെ സർവ്വ വസ്തുക്കളും വിഭവങ്ങളാണ്. എന്നാൽ ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഭവം അൽമറഅതു സ്വാലിഹാ, പതിവ്രതകളായ പെണ്ണാണ് എന്ന് ഹബീബി വറൂഹി മുഹമ്മദ് മുസ്തഫ. ആരാണ് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഖൈറായ വിഭവം ഏതാണ്? അത് പതിവ്രതകളായ പെണ്ണാണ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മനുഷ്യൻ സ്വാലിഹാണ്. ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ മനുഷ്യൻ സ്വാലിഹാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തേ അതിന്റെ കാരണം? ആരാണ് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ? അസ്വാലിഹു മൻ അദ്ദ ഹുഖൂഖല്ലാഹ് വഹുഖൂഖൽ ഇബാദ്. അല്ലാഹുവിന്റെ ബാധ്യതകൾ വീടിയവരാണ് പെങ്ങളെ. ക്ലാപ്പനയിലെ ചെറുപ്പക്കാരി, നീ സ്വാലിഹത്തായ പെണ്ണാകണമെങ്കിൽ, നീ പതിവ്രതയായ പെണ്ണാകണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം നീയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ആരാണ് സാലിഹ്? മൻ അദ്ദ ഹുഖൂഖല്ലാഹ്. അല്ലാഹുവിന്റെ ബാധ്യതകൾ വീടിയതാണ്. അല്ലാഹുവിന്റെ ബാധ്യതകൾ വീടിയവരാ പെങ്ങളെ. നിന്റെ
നിസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്റെ പെങ്ങളെ ചോദിക്കുകയാണ്, ക്ലാപ്പന പെങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് സുബഹിന് നീ ഉണർന്നപ്പോ എത്ര വട്ടമാണ് അല്ലാഹനെ സ്തുതിച്ചത് പെങ്ങളെ? ഇന്ന് സുബഹി മുതൽ ഈ സമയം വരെ എത്ര വട്ടമാണ് അല്ലാഹനെ സ്തുതിച്ചത്? ഒരു മനുഷ്യൻ ഉണർന്നെണീക്കുമ്പോ അൽഹംദുലില്ലാഹ് ഇല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പ്രഭാതത്തിൽ ഒരാൾ എണീക്കുമ്പോ അല്ലാഹ് ഉറക്കമെന്ന് പറയുന്ന മരണത്തിൽ നിന്നും പ്രഭാതത്തിൽ ഉണർത്തിയ അല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. പ്രഭാതത്തിൽ ഉണരുമ്പോൾ പെങ്ങളെ ഈ ദിക്ർ നീ പറഞ്ഞിരുന്നോ? പെങ്ങളെ എന്നെ മരിപ്പിച്ചതിന് ശേഷം എനിക്കൊരു പുത്തൻ ജീവൻ തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ ഒരു നാളിൽ മരിക്കുമല്ലോ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് നിമിഷമാ മരിക്കുന്നതെന്നറിയില്ല. ഞാൻ പറയുന്നത് സ്വാലിഹത്തായ പെണ്ണിനെ പറ്റിയാണ്. നമ്മളുടെ വിഷയമുണ്ടല്ലോ, സ്ത്രീകളുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാ. സ്വർഗത്തിലെ മഹിളകളെ പറ്റിയാണ് പറയുന്നത്. ആ മഹിളകൾ എങ്ങനെയുള്ള മഹിളകളാകണം? എപ്പോഴാണ് മരണം വരുന്നത്? അള്ളാന്റെ ബാധ്യതകൾ പൂർണ്ണമായിട്ടും വീട്ടിയ പെങ്ങള് എപ്പോഴാണ് മരണം വരുന്നതെന്നറിയോ? നിസ്കരിക്കുമ്പോഴാണോ മരണം വരുന്നത്? അറിയില്ല. അതല്ല അങ്ങാടിയിലുള്ളപ്പോഴാണോ മരണം വരുന്നത്? അറിയില്ല. മറ്റൊരന്യ പുരുഷനുമായി സംസാരിക്കുമ്പോഴാണോ മരണം വരുന്നതെന്നറിയില്ല. അതല്ല അങ്ങാടിയിൽ കൂടി നിന്റെ ശരീര സ്പർശന ഭാഗങ്ങളേറ്റ് നടക്കുമ്പോഴാണോ മരണം വരുന്നതെന്നറിയില്ല. എന്റെ ശരീരം അന്യ പുരുഷൻ കാണണം എന്നുള്ള കാര്യത്തോടുകൂടി നടക്കുമ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. പണ്ഡിതന്മാര് പറയുന്നു, ചെറുപ്പക്കാരാ, ഇത് മഹിളകളായ പെണ്ണുങ്ങളെ പറ്റി പറയുന്നതാണെങ്കിൽ ഇതാ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഒരു മനുഷ്യൻ 20 പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കണം. ഞാൻ മരിക്കും, ഞാൻ മരിക്കും. പ്രഭാതത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ അല്ലാഹു നീ എനിക്കൊരു ജീവൻ തന്നു അല്ലാഹ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണ് അല്ലാഹ്. ഞാൻ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ചെറുപ്പക്കാരാ, നീ മരിക്കില്ല. ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരി, നീ മരിക്കില്ലേ? ചെറുപ്പക്കാരി, ഇന്നിതാ വയോവൃദ്ധർ കട്ടിലിൽ കിടക്കുകയാണ്. ചെറുപ്പക്കാരി മരിച്ചുകൊണ്ടിരിക്കുകയാ. നീ മരിക്കില്ലേ പൊന്നുമോളെ? നീ മരിക്കില്ലേ പൊന്നുമോളെ? നിന്റെ ഉപ്പ മരിച്ചതുപോലെ, നിന്റെ ഉമ്മ മരിച്ചതുപോലെ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടർ മരിച്ചതുപോലെ, നിന്റെ സഹോദരൻ മരിച്ചതുപോലെ, നിന്റെ സഹോദരി മരിച്ചതുപോലെ, നിന്റെ അയൽവാസി മരിച്ചതുപോലെ, നിന്റെ പ്രിയപ്പെട്ടതായ ബന്ധുക്കൾ മരിച്ചതുപോലെ നീ ഒരു നാളിൽ മരിക്കില്ലേ മോളെ? ക്ലാപ്പനയിലെ ഉമ്മ, ഒരു നാളിൽ നീ മരിക്കില്ലേ ഉമ്മ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം അത് മർഅത്തു സാലിഹയ, പതിവ്രതയായ പെണ്ണ. പതിവ്രതയായ പെണ്ണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ബാധ്യതകൾ വിടണം.
ഇത് അള്ളാഹിന്റെ ബാധ്യതകളെ പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞേ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എത്ര പേര്, ഞാൻ സഹോദരിമാരോട് ചോദിക്കുകയാണെന്ന്, എത്ര പേരാണ് ഈ നിമിഷം വരെ, ഈ പാതിരാത്രിയിലേക്ക് അടുക്കുന്ന ഈ സമയം വരെ എത്ര പേരാണ് അള്ളാ എന്ന് വിളിച്ചവർ? എത്ര പേരാണ് അള്ളാനെ ഓർത്തത്? അവിടെയാണ് സ്വാലിഹത്തായ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വാലിഹത്തായ പെണ്ണ് വരുന്നത്. എവിടെയാണ് സ്വാലിഹത്തായ പെണ്ണ്, പതിവ്രതയായ പെണ്ണാകണത്? എവിടെയാണ് അത്? മൻ അദ്ദ ഹുഖൂഖല്ലാഹ്, അള്ളാഹുവിന്റെ ബാധ്യതകൾ പൂർണ്ണമായിട്ടും വീടിയവരാണ്. അപ്പൊ നിസ്കാരമില്ലാത്ത പെണ്ണ് പതിവ്രതയായ പെണ്ണല്ല. അള്ളാനെ ഓർക്കാത്ത പെണ്ണ് പതിവ്രതയായ പെണ്ണല്ല. അള്ളാനെ ഓർക്കാത്ത പെണ്ണ് പതിവ്രതയായ പെണ്ണല്ല. അള്ളാനെ സദാ ഓർക്കുന്ന പെണ്ണ് പതിവ്രതയായ പെണ്ണാണ്. ഇബാദത്തുള്ള പെണ്ണ് പതിവ്രതയായ പെണ്ണാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയാണ്, മഹാരഥന്മാര് പഠിപ്പിക്കുകയാണ്, വഹുഖൂഖൽ ഇബാദ്, അള്ളാന്റെ ബാധ്യതകൾ മാത്രം വീടിയാൽ പോരാ. അള്ളാന്റെ ബാധ്യതകൾ മാത്രം വീടിയാൽ പോരാ. സമുദായവുമായിട്ടുള്ള ബാധ്യതകൾ വീടണം. അടിമകളുമായിട്ടുള്ള ബാധ്യത വീടണം. അടിമകളുമായുള്ള ബാധ്യത വീടണം. എന്റെ ചെറുപ്പക്കാരാ, എത്ര കാരുണ്യത്തിന്റെ പ്രവർത്തനമാ നീ ചെയ്യുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? ഇന്ന് നാട് മുഴുവനും ഇന്നാ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്നത് ഇതാ മരിച്ച പെട്ടിയിൽ പുയ്യാപ്പള വരുന്ന രംഗമല്ലേ. പുയ്യാപ്പള മരിച്ചു വരുന്ന പെട്ടിയിലേക്ക് വരുന്ന രംഗമായിട്ട് ചെറുപ്പക്കൂട്ടം, മുസ്ലിം കൂട്ടങ്ങൾ മാറുമ്പോൾ, ചെറുപ്പക്കാരാ, നീ എത്ര കാരുണ്യ പ്രവർത്തനമാ നീ ചെയ്തത്? ഇന്ന് നീ റോഡിൽ കൂടി നടന്നു പോയപ്പോൾ ഒരാൾക്ക് വിഷമം പറ്റി, നീ ഒന്ന് തടവി സലാമത്താക്കിയോ? ഒരാൾ റോഡിൽ നിന്നപ്പോൾ നീ ഇങ്ങനെ വണ്ടിയിൽ വന്നപ്പോൾ കൈ കാണിച്ചു നീ ഒന്ന് നിർത്തിയോ? ഇതൊക്കെതായ നല്ല പ്രവർത്തനങ്ങളല്ലേ? എത്ര കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളാ നീ ചെയ്തത്? എത്ര കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളാ ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വഹുഖൂഖൽ ഇബാദ്, അടിമകളുമായിട്ടുള്ള ബാധ്യതകൾ വീടണം. എന്റെ പെങ്ങളെ, നിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി കാഫിറത്താണെങ്കിലും സഹോദര സമുദായത്തിൽപ്പെട്ടവളാണെങ്കിലും അവളോട് നിനക്കൊരു ബാധ്യതയുണ്ട് മോളെ. അറിയില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ എത്രയാ? അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ എത്രയാ? നീ എത്ര ഇബാദത്തുണ്ടെങ്കിലും തൊട്ടടുത്ത പെണ്ണിനെ പറ്റി നീ ആരോപണം പറഞ്ഞാൽ നിന്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ട് വീട് തൊട്ടടുത്തുള്ള രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു. ഒരു വീട്ടിലുള്ള പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണ്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. ഒരു വീട്ടിലുള്ള പെണ്ണുണ്ടല്ലോ മോശക്കാരിയായ പെണ്ണാണ്. രണ്ടുപേരും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇതാ സ്വാലിഹത്തായ പതിവ്രതയായ അള്ളാഹുവിന്റെ ബാധ്യതകളും ജനങ്ങളോടുള്ള ബാധ്യതകളും വീടിയതായ പെണ്ണ്. ആ പെണ്ണുണ്ടല്ലോ തൊട്ടടുത്തുള്ളതായ പെണ്ണിന്റെ അരികിലേക്ക് വരുന്ന, വിഭജിക്കാൻ വരുന്ന ആളുകളുടെ ചെരുപ്പെണ്ണുന്ന ജോലിയാ. രണ്ടുപേരും മരണപ്പെട്ടു പോയി. മരണപ്പെട്ടപ്പോഴോ സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞതായ പെണ്ണ് നരകത്തിലാ. എന്നാൽ വിഭചാരിയായ പെണ്ണ് സ്വർഗത്തിലാ. ഇതിന്റെ കാരണം പണ്ഡിതന്മാര് പറയുക എന്തെന്നറിയോ? പതിവ്രതയായ പെണ്ണായിരുന്നു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച പെണ്ണായിരുന്നു, അള്ളാന്റെ ബാധ്യതകൾ പൂർണ്ണമായും വീടിയ പെണ്ണായിരുന്നു. പക്ഷേ തൊട്ടടുത്തുള്ളതായി വിഭജിക്കാൻ വന്ന പുരുഷന്മാരെ എണ്ണുന്ന ജോലിയുണ്ടായിരുന്നു. ആ പെണ്ണ് അങ്ങനെയാണ്, ആ പെണ്ണ് അങ്ങനെയാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹത്തായ പെണ്ണിന് അല്ലാഹു നരകം കൊടുത്തെങ്കിൽ വിഭചാരിയായ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തതിന്റെ കാരണം എന്താ? അമലിന്റെ മഹത്വമുണ്ടായിട്ടല്ല, ഈ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് പെങ്ങളെ, നീ ചെയ്യുന്ന ഇബാദത്ത് നഷ്ടപ്പെടുത്തല്ല മോളെ. നീ അല്ലാഹ്
അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് മറ്റുള്ളവരുടെ ന്യൂനത പറഞ്ഞു നീ ഇല്ലാതാക്കല്ലേ. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? ഈ ലോകത്തുള്ള സർവ്വതും വിഭവങ്ങളാണ്, ഏറ്റവും വലിയ വിഭവം അത് അൽ മർഅത്തു സാലിഹാ, പതിവ്രതയായ പെണ്ണുങ്ങളാണ്. സ്വാലിഹാര് സ്വാലിഹത്താര് എന്നതിനെ പറ്റിയാണ്, പതിവ്രതയായ പെണ്ണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വാലിഹായ പുരുഷനാര് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാള് വന്നിട്ട് പറയുകയാണ്, ഞാൻ പറയുന്നത് എന്തെന്നറിയോ? പെണ്ണുങ്ങൾ ഇപ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വല്ലാത്ത രംഗമാണ്. പെണ്ണേ, നിനക്ക് വലിയ സ്ഥാനമാ മോളെ, അള്ളാന്റെ അടുക്കൽ നിനക്ക് വലിയ സ്ഥാനമാണ്. കാരണം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ വലിയ സ്ഥാനം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളെ, ഒരു സംഘം പെണ്ണുങ്ങളെ കൊന്നു കുടിച്ചു മൂടിയ തെമ്മാടികളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? അൽ ജാരിയത്തു ബറകാ, എടാ തെമ്മാടികളെ, പെണ്ണുങ്ങളെ കൊല്ലല്ലടാ, അരുതേ അരുതേ, പെണ്ണ് ബറക്കത്താണ്, പെണ്ണ് ബറക്കത്താണെന്ന് ഹബീബുനാ വശഫീഉനാ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? നബിയേ, ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ് നബിയേ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉമ്മുക, നിന്റെ ഉമ്മയ്ക്കാണ്. വീണ്ടും വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ മുർസലായ നബിയേ, ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് നബിയേ? അപ്പോഴും പറയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയ്ക്കാണ്. വീണ്ടും വന്ന് മുത്തുനബിയോട് പറയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ മുർസലായ നബിയേ, ഞാൻ ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? അപ്പോഴും പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയ്ക്കാണ്. വീണ്ടും ചോദിച്ചു, നബിയേ, ഞാൻ ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിന്റെ ഉപ്പയ്ക്കാണ്. 3 പ്രാവശ്യം അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴും അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഉമ്മുക, 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 നിന്റെ ഉമ്മയ്ക്കാണ് നന്മ ചെയ്യേണ്ടത്, ഉമ്മയ്ക്കാണ് നന്മ ചെയ്യേണ്ടത്. 4ാമത് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, നിന്റെ ഉപ്പയ്ക്കാണ് നന്മ ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യവും പെണ്ണിനാണ്, പെണ്ണിനാണ്. ഉമ്മയുടെ സ്ഥാനം വളരെ വലുതാണ്, പെണ്ണിന്റെ സ്ഥാനം വളരെ വലുതാണ്. പെണ്ണ് ഉമ്മയാണ്, പെണ്ണ് ഉമ്മയാണ്, ഉമ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കി ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചിന്തിച്ചു നോക്കുക, ഉമ്മയുടെ സ്ഥാനം, പെണ്ണിന്റെ സ്ഥാനം എത്രയോ വലുതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പെണ്ണിനാണ് സ്വർഗം എന്ന് ഞാൻ പറഞ്ഞു. ആരും വന്ന് നരകം 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 എന്ന് പറഞ്ഞതല്ല, പെണ്ണിനാണ് സ്ഥാനം. അത് മാത്രമല്ല, പെണ്ണിന് കുറച്ച് അമല് മതി, കുറച്ച് അമലുകൾ കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം കിട്ടും. പക്ഷെ ആ അമല് വളരെ കൃത്യമാണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ചെയ്യുന്ന അമല്, പെണ്ണുങ്ങളിപ്പം ചെയ്യുന്നത് രാവിലെ ഇപ്പം പെണ്ണുങ്ങളിപ്പം പറയാറുണ്ട്, ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാടാണ്, ഞങ്ങളിപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താ, ഞങ്ങളിപ്പം വാഷിംഗ് മെഷീനായിട്ടാണ് കണ്ടിരിക്കുന്നത്, ഞങ്ങൾ വീട്ടിലെ ഗ്രൈൻഡറുകളാണ്, ഞങ്ങൾ വാഷിംഗ് മെഷീനുകളാണ്, ഞങ്ങളാണ് വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നത്, ഭർത്താക്കന്മാർ വളരെ സുഖമാണ്, സുഖിച്ച് ജീവിക്കുകയാണ്, പെണ്ണിന് യാതൊരുവിധ എന്തോന്നുമില്ല, പെണ്ണിന് സ്വാതന്ത്ര്യമില്ല, പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പരാതികളുമായിട്ട് പെണ്ണുങ്ങൾ വരുമ്പോൾ പെണ്ണിന്റെ സ്ഥാനം വളരെ വലുതാണെന്ന് മറക്കണ്ട ഉമ്മ. പെണ്ണിന്റെ സ്ഥാനം വളരെ വലുത് തന്നെയാണ്. പെണ്ണിന്റെ സ്ഥാനം വളരെ ചെറുതല്ല.
പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത് പെണ്ണിന്റെ സ്ഥാനം വളരെ ചെറുതല്ല. ഇപ്പോൾ ഒരു പെണ്ണ് ഇപ്പം റോഡിന്റെ നടുകൾ കൂടി ഇപ്പോൾ അവര് കൊഞ്ചിക്കൊഴയുന്ന ഒരു രൂപത്തിലേക്ക് പോകാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. പെണ്ണിന് പോകേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പെണ്ണിന്റെ രീതി അനുസരിച്ച് പോകാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം സ്വർഗീയ മഹിളകളാകാൻ തന്നെ ഈ നമ്മളോടൊപ്പമുള്ള ഈ നാട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ് ഹൂറുൽ ഐനുകളെ കാട്ടിൽ അള്ളാഹുവിന്റെ സ്ഥാനമുള്ളത്. മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിൽ ജീവിച്ച പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അവിടെയുള്ളത് ഹൂറുൽ ഐനുകളായ പെണ്ണുങ്ങളാണ്. ഹൂറുൽ ഐനുകളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ധിക്കാരപരമായിട്ട് നാട്ടിലെ പെണ്ണുങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളെ കാട്ടി സ്ഥാനം ഞങ്ങൾക്കാണ്, നിങ്ങളെ കാട്ടി സ്ഥാനമുള്ളത് ഞങ്ങൾക്കാണെന്ന് ഹൂറുൽ ഐനുകൾ പറയുകയാണ്. ഹൂറുൽ ഐനുകൾ പറയുന്ന സന്ദർഭത്തില് ഹൂറുലീനുകളോട് നാട്ടിലെ പെണ്ണുങ്ങൾ പറയുകയാണ്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങള്, നിസ്കരിച്ച പെണ്ണുങ്ങള്, നോമ്പനുഷ്ഠിച്ച പെണ്ണുങ്ങള്, സക്കാത്ത് കൊടുത്ത പെണ്ണുങ്ങള്, അവര് പറയുകയാണ് നിങ്ങളെ കാട്ടിൽ കൂടുതൽ സ്ഥാനം ഞങ്ങൾക്കാണ്. കാരണം ഹൂറുലീനുകളെ, നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്തിട്ടില്ല, എന്നാൽ ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചിട്ടില്ല. നാട്ടിലെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ ഹൂറുൽ ഐനുകളായ പെണ്ണുങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരാണ്, ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരാണ്. ഞങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിലിരുന്നവരാണ്, ഞങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പാനീയം ഉപേക്ഷിച്ചവരാണ്, ഞങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹ്ക്ക് വേണ്ടി പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഞങ്ങൾ ക്ഷമിച്ചു സഹിച്ചു ഇരുന്നവരാണ്. അതുകൊണ്ട് ഹൂറുൽ ഐനുകളെ, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചവരല്ല. വീണ്ടും പറയുന്നു, ഞങ്ങളാണ് സ്ഥാനം കൂടുതൽ. വീണ്ടും പെണ്ണുങ്ങൾ പറയാണ്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ പറയാ, ഞങ്ങൾക്കാണ് സ്ഥാനം കൂടുതൽ. കാരണം എന്തെന്നറിയോ? ഞങ്ങളുടെ ശരീരങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടിയവരാണ്, ഞങ്ങളുടെ ശരീരങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടിയവരാണ്, ഞങ്ങൾ സദക്കകൾ കൊടുത്തു വീട്ടിയവരാണ്, ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി പേടിച്ച് റുക്കൂ സുജൂദ് ചെയ്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് സ്ഥാനം എന്ന് ഇതാ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ ഹൂറുൽ ഐനുകളായ പെണ്ണുങ്ങളോട് പറയും അത്രേ. നിങ്ങൾ സുന്ദരികളാണ്, നിങ്ങൾ സുന്ദരികളാണ്, നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല മാറുകൾ അല്ലാഹു തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ളതാകുന്ന ശരീരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് പുരുഷനും ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉന്നതരാ, ഞങ്ങൾ ഉന്നതരാ എന്ന് പെണ്ണുങ്ങൾ ഹൂറുൽ ഐനുകളായ പെണ്ണുങ്ങളോട് പറയും അത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവിടെ ജമാൽ എന്ന് പറയുന്ന ഒരു ഭർത്താവുണ്ടായി, അല്ലെങ്കിൽ സൈനബ എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ടായി. നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷേ ഈ ജമാൽ എന്ന് പറഞ്ഞ ഈ ഭർത്താവിന് സ്ഥാനമായ ഇവിടെ കൊടുക്കുന്നത് ഇതാ സൈനബ് എന്ന് പറയുന്ന പെണ്ണിനെയാണ്. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നാളെ സ്വർഗത്തിലും അവരവരോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബി വറൂഹി മുഹമ്മദ് മുസ്തഫ